ഹലോ, എല്ലാവർക്കും SP ടോക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങളൊരു കാമുകിയാണോ? അല്ലെങ്കിൽ നിങ്ങളൊരു കാമുകനാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ ദുർബല നിമിഷത്തിൽ നിങ്ങളുടെ പാർട്ണറുമായിട്ട് രഹസ്യ ഭാഗങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണോ? ഫ്രണ്ട്സാണോ? ഇങ്ങനൊരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ, മുഴുവനായിട്ട് കാണുക. പ്രിയരെ, എനിക്ക് സ്വന്തമായിട്ടൊരു IT കമ്പനിയുണ്ട്. ഈയിടെയായിട്ട് ഞാൻ ഒരു പുതിയ പ്രോജക്റ്റിൻ്റെ പ്ലാനിലാണ്. പ്ലാൻ ഇത്രയേ ഉള്ളൂ: പുതിയൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം. ഈ ആപ്പിൻ്റെ ലക്ഷ്യം ഇത്രയാണ്: കാമുകന്മാർക്ക് പരസ്പരം സല്ലപിക്കാനുള്ള ഒരു രഹസ്യ പ്ലാറ്റ്ഫോം ആയിരിക്കണം. കാമുകന്മാർ ഇല്ലാത്തവർക്ക് സ്വന്തമായിട്ട് പുതിയൊരു കാമുകിയെ കണ്ടുപിടിക്കാനുള്ള അവസരവും ഈ ആപ്പ് നൽകുന്നുണ്ട്. ഫ്രീ സർവീസാണ്. നിങ്ങൾക്ക് എന്ത് മെസ്സേജുകളും എന്ത് വീഡിയോസും എന്ത് ഇമേജസും പരസ്പരം ഷെയർ ചെയ്യാം. അതിലൊന്നും ആരും ഇടപെടില്ല. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: നിങ്ങൾ ഓരോരുത്തരും ഓരോ അക്കൗണ്ട് തുടങ്ങണം. അക്കൗണ്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് Gmail ID മൊബൈൽ ഫോൺ നമ്പറോ ഉണ്ടായാൽ മാത്രം മതി. ബാക്കി എല്ലാ സേവനങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. ഈ ആപ്പ് ഉടൻ തന്നെ വർക്ക് ആരംഭിക്കുന്നതും പബ്ലിഷ് ചെയ്യുന്നതുമായിരിക്കും. ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്നിട്ടാണ്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഈ ആപ്പിലേക്ക് വരുന്ന എല്ലാ ഡാറ്റകളും സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡാറ്റാബേസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. പഴയ കാലത്ത് വിവരങ്ങൾ പരസ്പരം കൈമാറാൻ ഉപയോഗിച്ചിരുന്നത് കത്തുകളാണ്. ഈ കത്തുകൾ പോസ്റ്റ് ഓഫീസുകൾ വഴി പോസ്റ്റ്മാൻ മുഖാന്തരം നമ്മുടെ വീടുകളിലെത്തുന്നു, അല്ലെങ്കിൽ അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലെത്തുന്നു. പിൽക്കാലത്ത് SMS-ഉം ഇമെയിലും വന്നു. SMS ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലും വളരെ വേഗത്തിൽ ഏത് സമയത്തും നമുക്ക് മെസ്സേജുകൾ കൈമാറാനുള്ള സൗകര്യമായി. SMS-ലും ഇമെയിലും നടക്കുന്നത് സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയക്കുന്ന SMS-കൾ ആദ്യം ഒരു കമ്പ്യൂട്ടർ സെർവറിൽ സ്റ്റോർ ചെയ്യുന്നു. ഉദാഹരണത്തിന്, എനിക്ക് എൻ്റെ സുഹൃത്തിനൊരു SMS അയക്കണം. ഞാൻ SMS ടൈപ്പ് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് നേരെ പോകുന്നത് ആ ഒരു കമ്പനിയുടെ, BSNL ആണെങ്കിൽ BSNL കമ്പനിയുടെ SMSC എന്നുള്ള സെർവറിലേക്കാണ്. ഈ സെർവറിൽ ഞാൻ അയച്ച മെസ്സേജ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം എൻ്റെ പാർട്ണർ ആ ഒരു നെറ്റ്വർക്കിലുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ അയാൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ അയാൾ വരുന്ന സമയത്ത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു. ഇമെയിലും ഇതേ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. പിൽക്കാലത്ത് മെസ്സേജുകൾ കൈമാറാൻ ഒരുപാട് സോഷ്യൽ മീഡിയകളും ഒരുപാട് ആപ്പുകളും വരികയുണ്ടായി. നമ്മളെല്ലാവരും വാട്സാപ്പുകൾ ഉപയോഗിക്കുന്നവരാണ്. നമ്മളൊരു മെസ്സേജ് നമ്മുടെ സുഹൃത്തിന് വാട്സാപ്പിലൂടെ അയക്കുന്ന സമയത്ത് വാട്സാപ്പിൻ്റെ സെർവറിലേക്കാണ് ആദ്യം ഇത് പോകുന്നത്. അവിടെ പോയിട്ട് സ്റ്റോർ ആയതിനു ശേഷം ആ ഒരു നമ്മുടെ പാർട്ണറെ കണ്ടുപിടിച്ച് അയാൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർഫുൾ കമ്പ്യൂട്ടർ ആയിരിക്കും. അത് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആയിരിക്കും. ഈ സെർവറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വാട്സാപ്പ് ഹാങ് ആവുന്നതാണ്. ഇനി നമ്മുടെ പ്രോസസ്സ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പരിശോധിച്ചാൽ, ഞാൻ അയക്കുന്ന മെസ്സേജ് സെർവറിൽ പോയിട്ട് സ്റ്റോർ ആവുന്നു. അതിനുശേഷം എൻ്റെ പാർട്ണർ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് അയച്ചു കൊടുക്കുന്നു. ഇല്ലെങ്കിൽ അവിടെ അത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. അയാൾ ഓൺലൈനിൽ വരുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ച് അയച്ചു കൊടുക്കുന്നു. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ആപ്പിനും ഉപയോഗിക്കുന്നത്. നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ എൻ്റെ സെർവറിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഡാറ്റാബേസിൽ അവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുവഴിയാണത് നിങ്ങളുടെ പാർട്ണറിലേക്ക് പോകുന്നത്. ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ് വരുന്നത്. നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഉത്തരവാദിത്തപ്പെട്ട അർഹതപ്പെട്ട ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കത് എടുത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുമാത്രമല്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ സെർവറാണ്, എൻ്റെ ഡാറ്റാബേസാണ്, ആ ഡാറ്റകളൊക്കെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും തുറന്ന് പരിശോധിക്കാവുന്നതാണ്. ഇനി എനിക്ക് യാതൊരു മോറൽസും ഇല്ല എങ്കിൽ ഞാനത് ഏതെങ്കിലും വെബ്സൈറ്റുകൾക്ക് ഇത് എനിക്ക് സെയിൽ ചെയ്യാവുന്നതുമാണ്. ഭാവിയിൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് മുമ്പ് അയച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും വേറെ ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ പ്രദർശിക്കപ്പെട്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. നമുക്കറിയാം, ഈയിടെയായിട്ട് കേരളത്തിലെ പല പ്രധാനപ്പെട്ട കേസുകളും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് സൈബർ സെല്ലാണ്. ഓരോ കേസുകളിലും നഷ്ടപ്പെട്ടു പോയ, ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വാട്സാപ്പ് മെസ്സേജുകളും സെർച്ച് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുള്ള ഗൂഗിൾ ക്രോമിൽ ഉള്ള
ഒരുപാട് കീവേഡ്സും കണ്ടെത്തിയതാണ് ഉത്ര വധക്കേസിലാണെങ്കിലും ഗ്രീഷ്മയുടെ കേസിലാണെങ്കിലും പെട്ടെന്ന് കേസ് തെളിയാൻ കാരണമായത്. ഇതിനൊക്കെ സാധിക്കുന്നതിന് കാരണം നമ്മൾ ഡിലീറ്റ് ചെയ്താലും നമ്മളത് ക്ലിയർ ചെയ്താലും ഈ ഒരു കാര്യങ്ങളെല്ലാം സെർവറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതാണ്. പുതുതലമുറ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ നമുക്കത് ദോഷകരമായി മാറും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ സെക്കൻഡും ഓരോ നാനോ സെക്കൻഡും റെക്കോർഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്. എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലേ ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് പണി വരുന്നത്.